നമസ്കാരം, ഏവർക്കും പുതുവത്സര ആശംസകൾ. 2024 വർഷത്തിലെ അവസാനത്തെ ഏറ്റവും വലിയ തട്ടിപ്പായി പുറം ലോകം അറിഞ്ഞതായിരുന്നു കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് എന്ന പേരിലാണ് 2 മാസങ്ങളായി വലിയ ക്യാമ്പയിൻ ഇതിനു വേണ്ടി നടന്നത്. മലയാളത്തിന്റെ പ്രിയങ്കരിയായിരുന്ന സിനിമാ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണി നേതൃത്വം കൊടുക്കുന്ന ഒരു മെഗാ ഭരതനാട്യം 12,000-ഓളം നർത്തകിമാർ ഒരുമിച്ച് ചുവട് വെച്ച തമിഴ്നാടിന്റെ റെക്കോർഡിനെ തകർത്തുകൊണ്ട് കേരളത്തിന് റെക്കോർഡ് നേടിക്കൊടുക്കും എന്നായിരുന്നു വാഗ്ദാനം. മൃദംഗ വിഷൻ എന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് പരസ്യങ്ങൾ ഉയർന്നത്. മൃദംഗനാദം 2024 ഇതായിരുന്നു പരിപാടിയുടെ പേര്. കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള 12,000-ഓളം നർത്തകർ ഈ പരിപാടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തു. തമിഴ്നാടിന്റെ റെക്കോർഡ് തകർക്കുക, ഒപ്പം ഞങ്ങൾക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഒരു ഇടം നേടുക, ഇതായിരുന്നു ഓരോ നർത്തകരുടെയും ലക്ഷ്യം. ശരാശരി 3,500 രൂപയാണ് ഒരാളിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസായി സംഘാടകർ വാങ്ങിയെടുത്തത്. സംഘാടകർ നർത്തകരുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നില്ല, മറിച്ച് നാട്ടിലെ അറിയപ്പെടുന്നതും അല്ലാത്തതുമായ നൃത്ത അധ്യാപകരിൽ വഴിയാണ് നർത്തകരെ സംഘാടകർ സംഘടിപ്പിച്ചത്. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത 12,000-ഓളം നർത്തകർ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് ചുവടുവെച്ചു. അപ്രതീക്ഷിതമായി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ തൃക്കാക്കര MLA ഉമാ തോമസിന് ഒരു അപകടം സംഭവിക്കുന്നു. യാതൊരുവിധമായ സുരക്ഷയുമില്ലാതെ കെട്ടിയുയർത്തിയ 12 അടി പൊക്കത്തിലുള്ള സ്റ്റേജിൽ നിന്ന് ഉമാ തോമസ് താഴേക്ക് വീഴുന്നു. ഗുരുതരമായ പരിക്കുകളോടുകൂടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിക്കുന്നു. പക്ഷേ പരിപാടികൾ തുടർന്നുപോയി. പരിപാടിക്ക് അവസാനം ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവിടെ അനൗൺസ് ചെയ്യപ്പെടുന്നു. ഗിന്നസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ സർട്ടിഫിക്കറ്റ് ഈ സംഘാടകർക്ക് കൈമാറുന്നു. മൃദംഗാവിഷന്റെ പേരിലായിരുന്നു ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവിടെ നൽകിയത്. ഉമാ തോമസിന്റെ അപകടം മാധ്യമങ്ങളുടെ കണ്ണു തെളിച്ചു. വിവാദങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ പേരിൽ നടന്നത് വലിയ സാമ്പത്തിക കൊള്ളയായിരുന്നു എന്ന വിവരം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കേരളത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ പങ്കെടുത്ത 12,000-ഓളം നർത്തകർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ ഈ പരിപാടിയിൽ റെക്കോർഡ് ലഭിച്ചത് മൃദംഗാവിഷന് മാത്രമായിരുന്നു. ദിവ്യ ഉണ്ണിക്ക് നേരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ പണം കൊടുത്ത് ദിവ്യ ഉണ്ണി എന്നൊരാളെ ബ്രാൻഡ് അംബാസിഡറാക്കി കൊണ്ടുവന്ന് അവരെ മുന്നിൽ നിർത്തി നൃത്തം കളിപ്പിച്ചു എന്ന് മാത്രമാണ്. അമേരിക്കയിൽ നിന്നും ദിവ്യ ഉണ്ണി പറന്നിറങ്ങിയത് ഈ പരിപാടിക്ക് വേണ്ടിയാണ്. അമേരിക്കയിൽ നിന്ന് വന്നതുപോലും ഈ പരിപാടിയിൽ ഉപയോഗിച്ചിരുന്ന യൂണിഫോം സാരി, അതായത് കല്യാൺ സിൽക്സ് എന്ന പ്രമുഖ സ്ഥാപനം സ്പോൺസർ ചെയ്ത സാരി ഉടുത്താണ് ദിവ്യ ഉണ്ണി എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രത്യക്ഷപ്പെട്ടത്. പരിപാടി നല്ല രീതിയിൽ അവസാനിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡും ലഭിച്ചു. എന്നാൽ വിവാദങ്ങൾ കത്തിപ്പടരാൻ ആരംഭിച്ചപ്പോഴോടുകൂടി ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഔദ്യോഗിക അനൗൺസ്മെന്റ് വരെ ഉണ്ടായിരുന്ന പാട്ടും ആട്ടവും കൂത്തും അവസാനിപ്പിച്ച് ബാക്കിയുണ്ടായിരുന്ന പരിപാടികൾ മാറ്റിവെച്ചു. പക്ഷേ ഉമാ തോമസ് എന്ന് പറയുന്ന തൃക്കാക്കരയുടെ പ്രിയങ്കരിയായ MLAക്ക് അപകടം സംഭവിച്ചിട്ടും അവിടെ പങ്കെടുത്തവരോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ പോലും സംഘാടകർ അതിലൊരു സങ്കടം രേഖപ്പെടുത്താൻ പോലും തയ്യാറായില്ല. അവർ ആശുപത്രിയിൽ വേദനയോട് മല്ലിട്ട് കഴിയുമ്പോൾ 1 മണിക്കൂർ സമയം പാട്ടും കൂത്തുമായി ഈ പറയപ്പെടുന്ന കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം തകർത്താടുകയായിരുന്നു. വലിയ സാമ്പത്തിക തട്ടിപ്പ്. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്ത പരിപാടി, ADGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, എറണാകുളത്തിന്റെ കളക്ടർ, GCDA അധികാരികൾ അടക്കമുള്ളവർ, എറണാകുളത്തിന്റെ MP ഹൈബീഡൻ അടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടി. പക്ഷേ ഇതൊരു വലിയ തട്ടിപ്പാണെന്നറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി വന്നത്. കല്യാൺ സിൽക്സ് അവരുടെ നെയ്ത്തുശാലയിൽ നെയ്തത് എന്ന് പറയുന്ന പട്ടുസാരിക്ക് വേണ്ടി സംഘാടകർ 1,600 രൂപ വരെ കളക്ട് ചെയ്തിരുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നു. പരിപാടിയുടെ മെയിൻ സ്പോൺസറായ കല്യാൺ സിൽക്സിന് സംഘാടകരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. കേവലം 390 രൂപ മാത്രമാണ് സംഘാടകരിൽ നിന്ന് സാരിക്ക് ഈടാക്കിയിരിക്കുന്നത് എന്നാണ് കല്യാൺ സിൽക്സ് പറയുന്നത്. പക്ഷേ കല്യാൺ സിൽക്സിന്റെ അധികാരികളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ വലിയ 2 കണ്ടെയ്നർ വാഹനങ്ങൾ ഈ പരിപാടി നടക്കുമ്പോൾ പബ്ലിസിറ്റിയുടെ ഭാഗമായി കലൂർ സ്റ്റേഡിയം റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. അതിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവുകൾ അവിടെ വന്ന എല്ലാവർക്കും ഗിഫ്റ്റ് വൗച്ചറുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. വലിയ പരസ്യത്തിനു വേണ്ടി നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ചു. അങ്ങനെ വെറുതെ സംഘാടകരുടെ മുകളിലേക്ക് മാത്രം ഈ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് കല്യാൺ സിൽക്സിനും മാറി നിൽക്കാൻ സാധിക്കില്ല. നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ പാർട്ണർ ആയിരുന്നു, അല്ലെങ്കിൽ മെയിൻ സ്പോൺസർ ആയിരുന്നു എന്ന് തന്നെയാണ് തുടക്കം മുതൽ നിങ്ങളടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ദിവ്യ ഉണ്ണിയുടെ വാക്കുകളിൽ പോലും നിങ്ങൾക്ക് വേണ്ട പ്രമോഷൻ ഒളിപ്പിച്ചു കടത്തിയിരുന്നു എന്നത് സത്യം തന്നെയാണ്. MLA അടക്കമുള്ളവർ, മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുത്ത, MP അടക്കമുള്ളവർ പങ്കെടുത്ത ആ പരിപാടിയിൽ സുരക്ഷയൊരുക്കുവാൻ പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കും അടക്കം വീഴ്ച പറ്റിയിരിക്കുന്നു എന്നത് നഗ്നമായ സത്യമാണ്. ആരെയാണ് പഴിക്കേണ്ടത്?
ADGP അടക്കമുള്ളവരുടെ വേദിയിലാണ് ഇത്രയും ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 6.5 കോടി രൂപയോളമാണ് മൃദംഗം വിഷൻ കേരളത്തിൽ നിന്നും കേരളത്തിലെ കലാകാരികളിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പിന്നീട് പുറത്തു വരുന്നു. പരിപാടിക്ക് ഒരുപക്ഷെ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും 1-1.5 കോടി രൂപ മാത്രം ചിലവായാലും 5 കോടി രൂപ വയനാട്ടിലെ ഒരു ഒറ്റമുറി കടയിൽ തട്ടിക്കൂട്ട് സ്ഥാപനമായി പ്രവർത്തിക്കുന്ന മൃദംഗാവിഷന് അവിടെ പബ്ലിഷ് ചെയ്തൊരു മാഗസിൻ മാത്രമാണ്, സ്വന്തമായി ഉള്ള വെബ്സൈറ്റിൽ എന്തൊക്കെയോ വാർത്തകൾ മാത്രം ലഭ്യമാകുന്ന ഒരു സ്ഥാപനം. ഒരു യൂട്യൂബ് ചാനൽ ആണെന്ന് വിചാരിച്ച് പരിശോധിച്ചാൽ ഈ പരിപാടി തുടങ്ങുന്നത് വരെ 1200 സബ്സ്ക്രൈബർ മാത്രം ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ പരിപാടിയോടുകൂടി അത് 2500-ഓ 3000-ഓ ആയി മാറിയിരിക്കുന്നു. യാതൊരു വിധമായ രജിസ്ട്രേഷനും ഇല്ലാത്ത തട്ടിക്കൂട്ട് സ്ഥാപനം നടത്തിയ ഈ പരിപാടിക്ക് ഇത്രത്തോളം VIP കളെ പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ ഉദ്യോഗസ്ഥരെ എങ്ങനെ പങ്കെടുപ്പിക്കുവാൻ സാധിച്ചു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മുഴുവൻ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി അരങ്ങേറിയത് എന്നത് ഞങ്ങൾ സാക്ഷ്യം വഹിച്ച വിഷയം തന്നെയാണ്. VIP-കളുടെ വാഹനങ്ങൾ പാറുമ്പോഴും ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരു ആംബുലൻസിന് പോലും കടന്നു പോകുവാനുള്ള വഴിയൊഴുക്കുവാൻ അവിടെ സംഘാടകർക്ക് സാധിച്ചില്ല. അവിടെ ഉമാ തോമസ് എന്ന് പറയുന്ന ആദരണീയായ തൃക്കാക്കരയുടെ MLA 12 അടി താഴ്ചയിലേക്ക് മുഖമട്ടിച്ച് വീണ്ടും ഗുരുതരമായി പരിക്ക് പറ്റിയപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. വലിച്ചെടുത്തുകൊണ്ടാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അത് അവരുടെ പരിക്കുകൾ കൂട്ടാൻ കാരണമായിരിക്കുന്നു. മലയാളക്കരയുടെ പ്രാർത്ഥന ഒരുപക്ഷെ ഉമാ തോമസിനൊപ്പം ഉള്ളത് കൊണ്ട് അവരുടെ ജീവന് അപകടം സംഭവിച്ചില്ല. ഓരോ ദിവസത്തെയും മെഡിക്കൽ ബുള്ളറ്റിനുകൾ പുറത്തു വരുമ്പോൾ അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നു എന്ന സന്തോഷകരമായ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ വലിയ കാട്ടുകൊള്ളയ്ക്ക് കൂട്ടുപിടിച്ചവർ എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും അവർ നിയമത്തിന്റെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യണം. 3500 രൂപയും സാരിയുടെ പണവും മേക്കപ്പിന്റെ പണവും അടക്കം 10,000 ചിലവഴിച്ചാണ് അവിടെ ഓരോ നർത്തകരും എത്തിയത്. എന്നിട്ടും അവർക്കൊപ്പം വന്ന ഒരു രക്ഷിതാവിനോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർക്കോ അവർക്കൊപ്പം വന്നവർക്കാർക്കും സൗജന്യമായി കലൂർ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. ബുക്ക് മൈ ഷോയിലൂടെ 162 രൂപയ്ക്കും 299 രൂപയ്ക്കും ടിക്കറ്റ് വിറ്റാണ് സംഘാടകർ അവിടേക്ക് ആളുകളെ കടത്തിയത് എന്നത് മറ്റൊരു സത്യം മാത്രമാണ്. വലിയ കൊള്ള സംഭവിച്ചിരിക്കുന്നു. നൃത്ത അധ്യാപകർക്ക് ഇതിന്റെ കൈക്കൂലി പറ്റിയിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോഴും പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്താൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുമെന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ പറയപ്പെടുന്ന 12,000-ഓളം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 12,000 നർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഒഫീഷ്യലി അപ്ലൈ ചെയ്താൽ അത് ലഭിക്കുമെന്ന് ഇപ്പോഴും പറയുന്നു. പക്ഷെ അതിന്റെ ദുരൂഹത മാറേണ്ടതുണ്ട്. കോടികൾ തട്ടിയെടുത്ത ഈ സ്ഥാപനത്തിന്റെ അധികാരികളുടെ പേരിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. കബളിക്കപ്പെട്ടത് സർക്കാരാണ്, സർക്കാർ സംവിധാനങ്ങളാണ്, മന്ത്രിയാണ്, എറണാകുളത്തിന്റെ MP ആണ്, തൃക്കാക്കരയുടെ MLA ആണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്, ജില്ലാ കളക്ടറാണ്, 12,000-ഓളം കലാകാരന്മാരാണ്, അവരുടെ കുടുംബമാണ്. കൂലിപ്പണിക്ക് പോയും കഷ്ടപ്പെട്ടും പണമുണ്ടാക്കി തന്റെ മക്കളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ ആഗ്രഹത്തിന് വേണ്ടി 10,000-10,000 രൂപയും മുടക്കി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് തലേ ദിവസം തന്നെ എത്തി മണിക്കൂറുകൾ ചെലവിട്ട് അവിടെ പരിപാടിയിൽ പങ്കെടുത്ത 12,000-ഓളം വിദ്യാർത്ഥികളെ വഞ്ചിച്ച ഈ ക്രൂരന്മാർക്ക് ദൈവം കരുതി വെച്ചിരുന്നതാണ് ആ അപകടം. പക്ഷെ അത് ആദരണീയായ ഉമാ തോമസിനായി പോയി എന്നത് മാത്രമാണ് സങ്കടകരം. എന്തായാലും ദൈവം എല്ലാം കാണുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആരൊക്കെ ഈ സംഘാടകരിൽ നിന്ന് കിമ്പളം പറ്റി ഇതിനു വേണ്ടി പ്രവർത്തിച്ചോ അവരൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തുക തന്നെ വേണം. അത് കാലത്തിന്റെ കാവ്യനീതിയായി മാറുക തന്നെ വേണം.